അജീഷിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പള്ളിയിൽ സിറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് സന്ദേശം വായിക്കുകയാണ്. അത് കേൾക്കാം. നമുക്കെല്ലാം ഒരു നാണക്കേടുമാണത്. ലജ്ജാകരമായ കാര്യം. കൃഷി ചെയ്ത് ജീവിക്കാനാവാത്ത വിധം, സുരക്ഷിതമായി യാത്ര ചെയ്യാനാവാത്ത വിധം കാട്ടുമൃഗങ്ങളുടെ ശല്യം നേരിടുന്ന എന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണ്. ഇത് ഞങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത്? ദുരന്തങ്ങൾ സംഭവിച്ചിട്ട് നഷ്ടം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഇടപെടലുകളെയല്ല, ദുരന്തങ്ങൾ തടയുന്ന ഭരണത്തെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതിനാൽ ഈ നാട്ടിലെ ജനപ്രതിനിധികൾ അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കണം, പാർലമെന്റിൽ ഉന്നയിക്കണം. ജനത്തിന്റെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകുന്ന നടപടികൾ സ്വീകരിക്കണം. അതിന് എല്ലാവർക്കും വേണ്ടി എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഈ കാര്യം വളരെ ശക്തമായിട്ടൊന്ന് ഉന്നയിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ എന്ന ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നുണ്ട്. അപകടങ്ങൾ സംഭവിച്ച ശേഷമുള്ള നഷ്ടപരിഹാരം ഒരർത്ഥത്തിൽ നീതികേടാണ്. അതേക്കുറിച്ചാണ് അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞത്. സർക്കാർ സംവിധാനങ്ങളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അശ്രദ്ധ കൊണ്ടും നിസ്സംഗത കൊണ്ടും മെല്ലെപ്പോക്കോട് സംഭവിക്കുന്ന ദാരുണമായ അപകടങ്ങളിൽ ജീവൻ പൊലിയുമ്പോൾ ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ നഷ്ടം യാതൊരു രീതിയിലും പരിഹരിക്കാനാവില്ല. ഒരു മനുഷ്യനേക്കാൾ വിലയിടുന്നത് 10 ലക്ഷം രൂപ എന്നാണോ? അങ്ങനെയെങ്കിൽ വളരെ സങ്കടകരമെന്ന് പറയാനുള്ളൂ. ഏതാനും ലക്ഷങ്ങൾ നൽകി താൽക്കാലികമായി മുഖം രക്ഷിക്കുന്ന ബന്ധപ്പെട്ടവർ ആ സമയത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ പിന്നീട് പാലിക്കാറില്ലെന്നതും നഗ്നമായ യാഥാർത്ഥ്യം തന്നെയാണ്. നിയമങ്ങളുടെ മൂലാനാളുകൾ ആർക്ക് ഉന്നയിക്കാൻ സാധിക്കും? നല്ലൊരു മനസ്സ് വേണം. അനീഷിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം അപരിഹാര്യമാണ്. എങ്കിൽ തന്നെയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വാഗ്ദാനം ചെയ്ത അതേ തുക തന്നെ മാനന്തവാടി രൂപതയും അജീഷിന്റെ കുട്ടികളുടെ പേരിൽ നൽകാൻ തീരുമാനിച്ചിട്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഒരു സംസ്ഥാനത്തിന് കൊടുക്കാൻ കഴിയുന്നതിൽ അധികമൊന്നും ഞങ്ങൾക്ക് ആർക്കും കൊടുക്കാൻ കഴിയില്ല. ഈ സർക്കാരിന് കൂടുതൽ കൊടുക്കാനായിട്ട് കഴിയും. ഒരു മനുഷ്യജീവന്റെ വില 10 ലക്ഷമല്ല എന്ന് നിങ്ങൾക്കറിയാം. രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും വയോജനം ചേർന്നാണ് ഈ 10 ലക്ഷം രൂപയുടെ സ്ഥിരനിക്ഷേപം കുട്ടികളുടെ പേരിടുന്നത്. സംവിധാനങ്ങളുടെ ഭാഗപ്പിഴ മൂലവും ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ മൂലവും ദാരുണ മരണങ്ങൾ ഇനിയും ഉണ്ടാകാതെ വനം വന്യജീവി മനുഷ്യ സംഘർഷങ്ങളുടെ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ബന്ധപ്പെട്ടവർ ഇടപെടേണ്ടതാണ്. കാടും നാടും തമ്മിൽ സമ്പൂർണ്ണമായ വേർതിരിവ് ജനത്തിന്റെ സ്വൈര്യ ജീവിതത്തിലൂടെ അനിവാര്യമാണ്. അരിയുടെ കുടുംബത്തിനും ബന്ധുമിതാദികൾക്കും ഒരിക്കൽ കൂടി മാനന്തവാടി രൂപതയുടെയും ഇവിടെയുള്ള എല്ലാവരുടെയും പേരിലുള്ള അനുശോചനയും പ്രാർത്ഥന അറിഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അരിയുടെ ആത്മാവിനോടുന്ന് ബുദ്ധിശാന്തി നൽകട്ടെ. സന്ദേശം വായിക്കുകയായിരുന്നു സിറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ദുരന്തങ്ങൾ വന്ന ശേഷമുള്ള ഒരു ഇടപെടലല്ല ഭരണകൂടത്തിൽ നിന്ന്, സർക്കാരിൽ നിന്ന്, അധികൃതരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദുരന്തങ്ങൾ വരാതെ തടയണം. അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഈ വിഷയം നിയമസഭയിലും പാർലമെന്റിലൊക്കെ ഉന്നയിക്കണം എന്നാണ് പിതാവ് പറഞ്ഞത്. ആരും വന്യമൃഗങ്ങൾക്കെതിരല്ല. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ മാർഗങ്ങൾ പലതുണ്ട്. പക്ഷേ അത് ചെയ്യുന്നതിനുള്ള ഒരു മനസ്സ് മാത്രം സംസ്ഥാന സർക്കാരിനില്ല എന്നുള്ള വലിയൊരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. പരസ്പരമുള്ള ഈ ചെളിവാരി എറിയൽ അവസാനിപ്പിക്കണം. ജീർണത സമ്പാദിച്ച ഭരണ സമുദായത്തിന് ഒന്നും ചെയ്യാൻ മനസ്സില്ല. നേരത്തെ പറഞ്ഞതുപോലെ ദുരന്തങ്ങൾ വന്നതിന് ശേഷം പ്രതികരിക്കുന്ന ഇടപെടലുകൾ നടത്തുന്ന ഒരു സർക്കാരിനെ അല്ല, ഒരു ഭരണകൂടത്തെ അല്ല ഞങ്ങൾക്ക് ആവശ്യം. ജനങ്ങൾക്ക് ആവശ്യം ദുരന്തങ്ങൾ വരാതെ തടയാൻ സർക്കാരിന്, ഭരണകൂടത്തിന് കഴിയണം എന്നാണ് പിതാവ് പറഞ്ഞത്. ഈ വിഷയം ശക്തമായി തന്നെ പാർലമെന്റിലും നിയമസഭയിലും ഇപ്പോൾ നിയമങ്ങളിൽ മാറ്റം വരുത്തുകയാണ് വേണ്ടതെങ്കിൽ അത് ചെയ്യാനുള്ള മനസ്സും ആർജവും സർക്കാർ കാണിക്കണമെന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്.